ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരുമിച്ച് നിങ്ങളോടൊപ്പം ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാനായിട്ട് ദൈവം ഇന്ന് പകൽക്കാലം എനിക്ക് തന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും ദൈവം നമ്മെ നടത്തുന്നു, അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓരോ ദിവസവും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദാനം നമ്മുടേതല്ല എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുവാൻ അത് നമ്മെ പ്രേരിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടേതാണെന്നുള്ള തോന്നൽ വരുമ്പോഴാണ് ഈ ദിവസം എനിക്കാണ് എന്നുള്ള ചിന്താഗതിയിൽ വരികയും അത് വളരെ സ്വാർത്ഥപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ദിവസം ദൈവം ദാനം ചെയ്യുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുവാനാണ്. നമ്മളതിൻ്റെ ഗ്രഹവിചാരകന്മാരാണ്, കാര്യവിചാരകന്മാരാണ് എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 63 സങ്കീർത്തനമാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. 63 സങ്കീർത്തനം ദാവീദ് അബ്ശലോമിൻ്റെ കയ്യിൽ നിന്നും ഓടിപ്പോകുമ്പോൾ എഴുതിയതാണെന്ന് വിശ്വസിക്കപ്പെടുകയാണ്. തൻ്റെ ജീവന് വേണ്ടി, അല്ലെങ്കിൽ തനിക്ക് ലഭിച്ച വാഗ്ദത്തം നിവൃത്തിയാകുന്നത് വരെയുള്ള സമയത്ത് അനേക മരുഭൂമി പ്രയാണങ്ങളിലൂടെ ദാവീദ് കടന്നു പോകേണ്ടതായിട്ട് വന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരുപാട് വരണ്ട അനുഭവങ്ങൾ തനിക്കുണ്ടായി. ഒരുപാട് പ്രാവശ്യം തൻ്റെ ജീവന് ഭീഷണിയായിട്ട് ശൗലും തൻ്റെ സ്വന്തം മകനായിരിക്കുന്ന അബ്ശാലോമും ഇങ്ങനെ പലവിധമായ പ്രയാസങ്ങളിലൂടെ ദാവീദ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാവീദിന് ദൈവത്തോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. ദൈവമേ, നീ എന്നെ രാജാവായി അഭിഷേകം ചെയ്തു, 17-ാമത്തെ വയസ്സിലോ 18-ാമത്തെ വയസ്സിലോ ചെയ്തിട്ട് എത്ര വർഷം ഞാൻ കാത്തിരിക്കേണ്ടതായിട്ട് വരികയാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ദാവീദ് രാജാവാകുന്നത്. എന്നാൽ തൻ്റെ തലയിൽ ഒഴിക്കപ്പെട്ട അഭിഷേക തൈലത്തിൻ്റെ ആ ശക്തമായ ഉൾബോധത്തിൽ, ആ ശക്തമായ ഉൾക്കരുത്തിൽ താൻ മുന്നോട്ട് പോകുമ്പോൾ തൻ്റെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടായ പ്രതിസന്ധികളുടെ നടുവിൽ താൻ ദൈവത്തോട് ഏറ്റുപറയുന്ന, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും ദൈവത്തിന് പാടുന്ന ഒരുപാട് സങ്കീർത്തനങ്ങൾ താൻ എഴുതുവാനിടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോടും എന്നോടും ചോദിക്കുവാനുള്ള ഒരേ ഒരു ചോദ്യം ഇതാണ്: നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നമുക്കൊരു സങ്കീർത്തനമുണ്ടോ എന്നുള്ളതാണ്. വേർ ഈസ് അവർ സാം? നമ്മൾ കടന്നു പോകുന്നതായ സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായിക്കൊള്ളട്ടെ, അതിൻ്റെ ഉള്ളിൽ നിന്നും ഉരുത്തിരിയുന്ന ഒരു സംഗീതം, ഒരു സങ്കീർത്തനം, അതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതൊരു പക്ഷേ പ്രാർത്ഥനയുടെ സങ്കീർത്തനമായിരിക്കാം, ഒരു പക്ഷേ സ്തുതിയുടെ സങ്കീർത്തനമായിരിക്കാം, ഒരു പക്ഷേ ദൈവത്തോടുള്ള പരിഭവത്തിൻ്റെ സങ്കീർത്തനം കൂടിയായിരിക്കാം. എന്നാൽ അതിലൂടെയെല്ലാം ദാവീദ് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്: ഈ യാത്രയിൽ, ഈ വെയിറ്റിംഗ് പീരീഡിൽ ഞാൻ അനുഭവിക്കുന്ന വേദനകളുടെ നടുവിൽ എനിക്ക് ആശ്രയമായിരിക്കുന്നത് നീ മാത്രമാണെന്നുള്ള ആ ഒരു ഏറ്റുപറച്ചിലാണ് ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിൽ നമ്മൾ കാണുന്നത്. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് പഠിച്ച ഒരു നോവലുണ്ട്, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന് പറയുന്ന ഒരു നോവൽ. ആ നോവലിനെ കുറിച്ച് എനിക്ക് പരീക്ഷയിൽ എഴുതുവാൻ വന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ബാല്യകാല സഖി ജീവിതത്തിൽ നിന്നും വലിച്ചു കീറിയ ഒരു ഏടാണ്, അതിൻ്റെ വക്കിൽ രക്തം പൊടിഞ്ഞു നിൽക്കുന്നു, സമർത്ഥിക്കുക. ആ ചോദ്യം എനിക്കിന്ന് ഓർമ്മയുണ്ട്. അപ്പോൾ ബാല്യകാല സഖി എന്ന് പറയുന്ന നോവൽ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് വലിച്ചു കീറിയ ഒരു ഏടാണ്. ആ ഏടിൻ്റെ, ആ പേജിൻ്റെ വക്കിൽ ഇപ്പോഴും രക്തം പൊടിഞ്ഞു നിൽക്കുന്നു, അത് സമർത്ഥിക്കുക എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നും വലിച്ചു കീറിയ ഏടുകളാണ് ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ. അതിൻ്റെ വക്കിൽ ഇപ്പോഴും കണ്ണുനീർ പൊടിഞ്ഞു നിൽക്കുന്നുണ്ട്. ചില കണ്ണുനീരുകളെല്ലാം വേർപ്പെല്ലാം രക്തത്തുള്ളികളാകത്തക്ക രീതിയിലുള്ളതായ വേദനാജനകമായ അനുഭവങ്ങൾ ആ ഓരോ ഏടുകളിലും നമുക്ക് കാണുവാൻ സാധിക്കുമെന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദാവീദിന് പറയുവാനായിട്ടുള്ളത് എനിക്കൊരു സങ്കീർത്തനമുണ്ടെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമുക്കൊരു സങ്കീർത്തനമുണ്ടോ? പ്രൈസ് ദി ലോർഡ്.
നമുക്കൊരു സങ്കീർത്തനമുണ്ടോ? ഇന്ന് നമ്മൾ പാടുന്ന അനേക പാട്ടുകളുടെ ഉത്ഭവങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ അവർ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ അവർക്ക് ദൈവം നൽകിയ പാട്ടുകളാണ് ഇന്ന് നമ്മൾ പാടുന്ന അനേക പാട്ടുകൾ. നമുക്കറിയാം, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ ഞാൻ അത് വാങ്ങി കുടിക്കും. അങ്ങനെ ഇന്ന് നമ്മൾ പാടുന്ന അനേക പാട്ടുകൾ എങ്ങനെയാണ് ഉളവായത്? അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ, അവരുടെ വ്യക്തിപരമായ ദാരുണമായിട്ടുള്ള അനുഭവങ്ങളിൽ പതറാതെ ദൈവത്തോട് പ്രാപിച്ച സങ്കീർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ പാടുന്ന പല പാട്ടുകളും. അതുകൊണ്ട് ഇന്ന് രാവിലെ കാലം എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പർപ്പസ് ഉണ്ട്, ഒളിഞ്ഞിരിക്കുന്നതായ ഒരു ദൗത്യമുണ്ട്, ഒളിഞ്ഞിരിക്കുന്നതായ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് സങ്കീർത്തനങ്ങളായി പുറത്തു വരുവാനിടയായിത്തീരും. നമുക്ക് മാത്രമല്ല, അനേകർക്ക് അത് അനുഗ്രഹമായി തീരുകയാണ്. വർഷങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ന് പകൽക്കാലം നമ്മൾ ദാവീദിൻ്റെ 63-ാം സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദാവീദിൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദാവീദിൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ മരുഭൂമിയിൽ ജീവനും കൊണ്ട് ഓടിപ്പോയ ദാവീദിനെ ഇസ്രായേലിൻ്റെ രാജാവായി 40 വർഷം അഭിഷേകം ചെയ്ത് ചരിത്രം സൃഷ്ടിച്ചവനായ ദൈവം ഇന്നും നമ്മുടെ ദൈവമാണെന്നുള്ളൊരു ഏറ്റുപറച്ചിലാണ് ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടത്. അതാണ് അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നത്. ദൈവമേ, നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. ഇവിടെ നമ്മൾ ദാവീദിൻ്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് നമ്മളിവിടെ കാണുന്നത്. ആ വാക്യത്തിൽ എത്ര പ്രാവശ്യം നീ ഞാൻ എന്നുള്ളതായ പദപ്രയോഗങ്ങൾ മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ നീയും ഞങ്ങളും എന്നുള്ളതിനേക്കാൾ ഉപരി നീയും ഞാനും എന്നുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു ചിത്രമാണ് ദാവീദ് അവിടെ വരച്ച് കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ സങ്കീർത്തനത്തിൻ്റെയും തുടക്കം, നമ്മുടെ സങ്കീർത്തനത്തിൻ്റെയും ഉള്ളടക്കം, നമ്മുടെ സങ്കീർത്തനത്തിൻ്റെയും അന്തസത്ത ഇതായിരിക്കണം: ദൈവമേ, നീ എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ എൻ്റെ ദൈവമാണ്. ദാവീദ് അത് പറയുമ്പോൾ എനിക്ക് ദാവീദിനോട് ചോദിക്കുവാനുള്ളൊരു ചോദ്യം, ദാവീദേ, നീ പറയുന്നത് നീ ബുദ്ധിയിൽ ഗ്രഹിക്കുന്നുണ്ടോ? ആരാണ് ഈ ദൈവം? അഖിലാണ്ടങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചവനായ, ഭൂമിയെ സൃഷ്ടിച്ചവനായ, മനുഷ്യന്മാരെ അല്ലെങ്കിൽ മനുഷ്യകുലത്തെ മുഴുവൻ സൃഷ്ടിച്ചവനായ, ഈ ഭൂമിയെ സസ്റ്റെയിൻ ചെയ്യുന്നവനായ, ഈ അതിജ്ഞാനിയായിരിക്കുന്ന അല്ലെങ്കിൽ ഒംനിപൊട്ടൻ്റായിരിക്കുന്ന, ഒംനിഷ്യൻ്റായിരിക്കുന്ന, സർവ്വവ്യാപിയും സർവശക്തിയുമുള്ളതായ ദൈവത്തെയാണോ എൻ്റേതാണെന്ന് നീ പറയുന്നത് ദാവീദേ? ഓ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും ഉന്നതനായ ഒരു ദൈവത്തെ എങ്ങനെയാണ് എൻ്റേതെന്ന് പറയുവാൻ സാധിക്കുന്നത്? അതിനൊരു തൻ്റെ ഇടം വേണം, അതിനൊരു ആത്മബന്ധം വേണം. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം, എൻ്റെ കുഞ്ഞുങ്ങൾ ഇരട്ടകളാണ്. ചെറിയ പ്രായത്തിൽ അവർ പലപ്പോഴും മാറി മാറി പറയാറുള്ള ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ഒരാൾ പറയും ഡാഡി എൻ്റേതാണ്, മറ്റൊരാൾ പറയും ഡാഡി എൻ്റേതാണ്, അല്ലെങ്കിൽ മമ്മി എൻ്റേതാണ്. രണ്ടുപേരും മാറി മാറി പറയും. ഞങ്ങൾ അവരോട് പറയാറുള്ളത്, രണ്ടുപേരോടും പറയാറുള്ളത് യെസ്. അപ്പോൾ അതെങ്ങനെ ശരിയാകും? രണ്ടുപേരുടെയും ഒരുപോലെ ആകുവാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവിടെയാണ് ഞാൻ വിഭാഗിക്കപ്പെടുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ മകളുടേതുമാണ്, ഞാൻ എൻ്റെ മകൻ്റേതുമാണ്. ഞാൻ എൻ്റെ മകൻ്റെ 50% മകളുടെ 50% മകൾക്കും 100%, മകനും 100%. ഞാൻ പറയുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ദാവീദ് ഇവിടെ പറയുകയാണ്, ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഇതുപോലെ പറയുവാനുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ ഈ സമയത്ത് ശ്രദ്ധിച്ചേ, ഈ സമയത്ത് ഈ മരുഭൂമിയുടെ തീവ്രമായ അനുഭവത്തിൽ
എനിക്ക് പറയാനായിട്ടുള്ളത് നീ എൻ്റേത് മാത്രമാണെന്നുള്ള ഒരു തോന്നലിലേക്ക് ഞാൻ ഇറങ്ങി വരികയാണ്. ദൈവമേ, നീ എൻ്റേത് മാത്രമാണ്, നീ എൻ്റേത് മാത്രമാണെന്നുള്ള ഒരു ദൃഢപ്രഖ്യാപനമാണ് ദാവീദ് ഇവിടെ ചെയ്യുന്നത്. എൻ്റേത് മാത്രമെന്ന് ദാവീദ് പറയുന്നില്ലെങ്കിലും നീ എൻ്റെ ദൈവമെന്ന് പറയുമ്പോൾ ആ ഭാഗത്ത് കാണുന്ന പൊസസീവ്നെസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ഡാഡി എൻ്റേതാണ്, മമ്മി എൻ്റേതാണെന്ന് പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ തോന്നുന്ന വികാരമാണ് ദാവീദിന് ഇവിടെ തോന്നുന്നത്. ദൈവമേ, ഇവിടെ ആരും എന്നെ ഗവനിക്കാതിരിക്കുമ്പോൾ, ഇവിടെ ആരും എനിക്കില്ലാതിരിക്കുമ്പോൾ, എൻ്റെ സങ്കടങ്ങൾ പറയുവാൻ ആരുമില്ലാത്തതായി ഈ മരുഭൂമിയിൽ ഞാൻ ആരോട് നിലവിളിക്കും എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവനായ ദൈവമേ, എന്നെ അഭിഷേകം ചെയ്തവനായ ദൈവമേ, നീ എൻ്റേതായിട്ട് ഈ മരുഭൂമിയിൽ ഉണ്ടെന്നുള്ള ദൃഢപ്രഖ്യാപനമാണ് ദാവീദ് ഇവിടെ ചെയ്യുന്നത്. ഓ പ്രൈസ് ദി ലോർഡ്. 23-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ദാവീദ് ഇത് തന്നെയാണ് പറയുന്നത്. ദൈവമേ, യഹോവ എൻ്റെ ഇടയനാകുന്നു. യഹോവ ഇടയനാകുന്നു എന്നുള്ളതൊരു സത്യമാണ്. യഹോവ ഇടയനാകുന്നു എന്നുള്ളതൊരു സത്യമാണ്. എന്നാൽ യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നുള്ളതൊരു ബന്ധമാണ്. പ്രൈസ് ദി ലോർഡ്. യഹോവ ഇടയനാകുന്നു എന്നുള്ളതൊരു സത്യമായി നിൽക്കുമ്പോൾ യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നുള്ളതൊരു ബന്ധമാണ്. ദൈവം ദൈവമാണെന്നുള്ളത് ഒരു സത്യമായി നിൽക്കുമ്പോൾ ദൈവം എൻ്റെ ദൈവമാകുന്നത് ആത്മബന്ധത്തിൻ്റെ കഥയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, പുതിയ നിയമവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ഒന്നുകൂടി യാഥാർത്ഥ്യമാകുകയാണ്. ദാവീദ് പഴയ നിയമകാലത്തിൽ ജീവിച്ചതായ ഒരു ഭക്തനാണെങ്കിൽ ഇന്ന് പുതിയ നിയമത്തിൻ്റെ വക്താക്കളായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ നമുക്ക് വേണ്ടി ദൈവത്തെ സ്വന്തമായി തന്ന, അവനെ നമുക്ക് വേണ്ടി യാഗമായി തന്ന കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞുകൊണ്ട് നമുക്ക് പറയുവാൻ സാധിക്കും, എൻ്റെ കർത്താവ്, ഹല്ലേലൂയ, എൻ്റെ ദൈവം. ദൈവം എന്ന് പറയുന്ന ആ ഒരു വലിയ ഒരു സംഭവത്തെ അല്ലെങ്കിൽ വലിയൊരു കാര്യത്തെ നമ്മളോട് അടുപ്പിച്ച് നമ്മുടേതാക്കി മാറ്റി നമ്മെ വീണ്ടെടുത്ത് അവൻ്റെ മക്കളാക്കി തീർത്ത് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ളതായ ആ അധികാരവും ആ അവകാശവും നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് ദാവീദിനേക്കാൾ എത്രയധികം ആഴത്തോടുകൂടി നമുക്കിന്ന് പകൽക്കാലം പറയുവാൻ സാധിക്കും, യേശുവേ, നീ എൻ്റെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ എൻ്റേതാണ്. അത് പറയുവാനുള്ള ഒരു പ്രഖ്യാപനം നമുക്കുണ്ടോ? ആ ഒരു ആത്മബന്ധം നമുക്കുണ്ടോ? ആ ഒരു വാംത, ആ സ്നേഹത്തിൻ്റെ ഒരു ചൂട് നമ്മൾ ഇന്ന് പകൽക്കാലം അനുഭവിക്കുന്നില്ലെങ്കിൽ മരുഭൂമിയുടെ ചൂട് നമ്മെ ഓവർകം ചെയ്യുവാനിടയായി. മരുഭൂമിയിൽ നമ്മൾ തളർന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അഴലേറും ജീവിതമരുവിൽ നമുക്ക് താങ്ങായിട്ടുള്ളത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ദൈവമേ, നീ എൻ്റെ ദൈവം. ഞാൻ ദാവീദിൻ്റെ അനുവാദത്തോടെ ഒരു വാക്ക് കൂടി ചേർക്കുകയാണ്. ദൈവമേ, ഈ സമയത്ത് നീ എൻ്റേത് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. നീ മുഴുവനായിട്ടും എൻ്റേതാണെന്ന് എനിക്ക് തോന്നുന്നു. ദൈവമേ, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് എനിക്ക് വേണ്ടി മാത്രമാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരുമ്പോഴാണ് രക്ഷ ധന്യമായി തീരുന്നത്. ഈ ലോകത്തിലുള്ളവരെല്ലാവരും നീതിമാന്മാരാണെങ്കിൽ ഞാൻ മാത്രമാണ് പാപിയായിരുന്നെങ്കിൽ പോലും എനിക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രക്ഷ പേഴ്സണലായി മാറുന്നത്, രക്ഷ വ്യക്തിപരമായി മാറുന്നത്. അപ്പോഴാണ് നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ സാധിക്കുന്നത്, കർത്താവേ, നീ എൻ്റെ ദൈവം, നീ എൻ്റെ രക്ഷകൻ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പാടിയതുപോലെ നീ എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയുടെ പ്രയാസങ്ങളിൽ, മരുഭൂമിയുടെ വേദനകളിൽ, മരുഭൂമിയുടേതായ അവസ്ഥകളിൽ നമുക്ക് പറയാനായിട്ടുള്ളത് നീ എൻ്റെ ദൈവം. പിന്നെ ദാവീദ് അവിടെ പറയുന്ന രണ്ടാമത്തെ കാര്യം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ ദിവസത്തിൻ്റെ ആദ്യത്തെ ബിസിനസ് എന്ന് പറയുന്നത് നിന്നെ അന്വേഷിക്കുക എന്നുള്ളതാണ്. ഈ മരുഭൂമിയിൽ ജീവനും വേണ്ടി ഓടുന്നതായ ദാവീദിനെ
മറ്റൊന്നും തൻ്റെ പ്രയോറിറ്റിയിലില്ല. ദൈവമേ, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റി നീ മാത്രമാണ്. ഒന്നാമത്തെ സ്ഥാനം നിനക്കാണ്. ഞാൻ മറ്റു പലതിനെയും അന്വേഷിക്കുന്നതിന് മുൻപ് ഞാൻ നിന്നെ അന്വേഷിക്കും ദൈവമേ. കാരണം നീ എൻ്റെ ദൈവമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, എൻ്റേത് മാത്രമായ ഒരു ദൈവം, ഈ അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ചവനായ ദൈവം എൻ്റേത് മാത്രമായി ഇറങ്ങി വരുമ്പോൾ ആ ദൈവത്തിന് ഞാൻ ഒന്നാം സ്ഥാനം കൊടുത്തില്ലെങ്കിൽ പിന്നെ ആർക്ക് കൊടുക്കും? അല്ലേ? ആ ദൈവം നമ്മളോട് കൂടെ എങ്കിൽ ആ ദൈവത്തെ അധികാലത്ത് നമ്മൾ അന്വേഷിക്കണം. ആദ്യകാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും കർത്താവേ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രയോറിറ്റികൾ മാറിപ്പോകുന്ന അവസ്ഥകളുണ്ട്. ദൈവം നമ്മുടെ ദൈവമാണെന്ന് നമ്മൾ അഭിമാനപൂർവ്വം പറയുമെങ്കിലും ആ ദൈവത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത എങ്ങനെയുണ്ട്? ദൈവം, നീ എൻ്റെ ദൈവമാണ്, പക്ഷെ സമയമുള്ളപ്പോൾ ഞാൻ നിന്നെ അന്വേഷിക്കും എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു അർത്ഥവുമില്ല. അതിന് യാതൊരു വിധമായ മീനിങ്ങും വരുന്നില്ല. ആ ബന്ധത്തിൻ്റെ ആഴത്തിന് അതൊട്ടും ചേർച്ചയുള്ളതല്ല. മനസ്സിലാവുന്നുണ്ടോ? നമുക്കറിയാം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ സമയമുള്ളപ്പോൾ അവൈലബിൾ ആയിരിക്കുന്ന ഒരു ബന്ധമല്ല എന്ന് പറയുന്നത് പോലെ, ദൈവമേ, നീ എൻ്റെ ദൈവം, എൻ്റേത് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് ആ പൊസസ്നിവസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ദാവീദിൻ്റെ പ്രതിബദ്ധത കൂടി ദാവീദ് അറിയിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവമേ, ഞാൻ പച്ച മലയാളത്തിൽ അങ്ങ് പറയാം, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, ദൈവമേ, നീ എൻ്റെ ദൈവം, ഞാൻ നിൻ്റേതാണ് ദൈവമേ. ഓ പ്രൈസ് ദി ലോർഡ്. നീ എൻ്റെ ദൈവമായിരുന്നാൽ മാത്രം പോരാ, ഞാൻ നിൻ്റേതും കൂടിയാണെന്ന് ഞാൻ ഇന്ന് രാവിലെ പ്രഖ്യാപിക്കുന്നു. പലപ്പോഴും നമ്മൾ ദൈവത്തോട് പറയും, ദൈവമേ, നീ എൻ്റെ ദൈവം. പക്ഷെ ദൈവത്തോട് പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ടാണ്, ഞാൻ നിൻ്റേതാണെന്ന്. ഈ കവണൻറ്റിൻ്റെ 2 ഭാഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, നീ എൻ്റെ ദൈവമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടുമുള്ള അതിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ്, നിശ്ചയമായിട്ടും കർത്താവേ, നീ എൻ്റേതാണെങ്കിൽ ഞാൻ നിൻ്റേതാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, അവൻ ക്രിസ്തുവിലാകുന്നു. പിന്നെ നമുക്കുള്ളവനല്ല നമ്മൾ. നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നമ്മൾ താങ്കൾക്കുള്ളവരല്ല. നമ്മൾ ക്രിസ്തുവിൻ്റെ മുതലാണ്. അവൻ്റെ പൊസസീവ്നെസ് അല്ലെങ്കിൽ അവൻ്റെ പൊസഷനാണ്. ദാവീദ് പറയുകയാണ്, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. മറ്റു പലതിനെയും അന്വേഷിക്കാൻ താല്പര്യമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്നേഹം ദൈവത്തോട് കുറഞ്ഞു പോകുമ്പോൾ ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കണം, ദാവീദിനെ പോലെ നമ്മളൊന്ന് തിരിച്ചു പറയണം, ദൈവമേ, നീ എൻ്റെ ദൈവമായിരിക്കുന്നത് പോലെ ഞാൻ നിൻ്റേത് മാത്രമായിരിക്കും എന്ന് പറയുന്നതിലാണ് ആ ആത്മബന്ധത്തിൻ്റെ ആഴം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ യാതൊന്നിനും സാധ്യമല്ല. അവിടെ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ തലവേദന, പനി, ചുമ, ജലദോഷമല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് മരണത്തിനോ ആപത്തിനോ വാളിനോ ഒന്നിനും, വളരെ ക്രൂരമായിട്ടുള്ള, വളരെ ആഴമേറിയതായ വേദനകൾക്ക് പോലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ സാധ്യമല്ല. ദാവീദ് പറഞ്ഞതുപോലെ ഈ മരുഭൂമിയുടെ അവസ്ഥയിലും നീ എൻ്റെ ദൈവം, ഞാൻ നിൻ്റേതാണ്.
അതാണ് ആ ബന്ധത്തിൻ്റെ ആഴമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ആ ആദ്യ സ്നേഹം നമ്മിൽ നിന്ന് കുറഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട്. പത്രോസിനോട് ദൈവം ചോദിച്ച ചോദ്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ, നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്. ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, നിന്റെ ആദ്യ സ്നേഹത്തിൽ നിന്നും നീ എന്ത് ചെയ്തിരിക്കുന്നു? വീണ്ടും അതിലേക്ക് മടങ്ങി വരിക എന്നാണ് പറയുന്നത്. മടങ്ങി വരിക. അപ്പോൾ നീ എൻ്റെ ദൈവം, ഞാൻ നിൻ്റേത് ആണെന്ന് മാത്രം പറയുന്ന ഒരു ബന്ധത്തിലല്ലെങ്കിൽ നമ്മൾ വീണുപോയതിന് തുല്യമാണ്. നമ്മൾ മടങ്ങി വരണം. ഈ ബന്ധത്തിൻ്റെ ഇടയിൽ മറ്റു വ്യക്തികൾക്ക് സ്ഥാനമില്ല. ഈ ബന്ധത്തിൻ്റെ ഇടയിൽ മറ്റു പലതിനും സ്ഥാനമില്ല. ഞാൻ സാധാരണയായി പറയുന്ന ഒരു കാര്യമാണ്, ഹനോക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്നെഴുതിയിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹനോക്ക് ദൈവത്തോടു കൂടെ നടന്നപ്പോൾ മറ്റു പലതിനോടും കൂടെ നടന്നില്ല. ഹനോക്ക് ദൈവത്തോടു കൂടെ മാത്രമാണ് നടന്നത്. ഒരു എക്സ്ക്ലൂസീവ്നെസ് അവിടെ ഉണ്ട്. അല്ലാതെ ഹനോക്ക് എല്ലാവരോടും കൂടെ നടക്കുമ്പോൾ, സമയം കിട്ടുമ്പോൾ ദൈവത്തോടു കൂടെ നടന്നു എന്നുള്ളൊരു ധ്വനിയല്ല അവിടെ വായിക്കുന്നത്. 65-ാമത്തെ വയസ്സിൽ താൻ എടുത്ത തീരുമാനം, തൻ്റെ മകനായിരിക്കുന്ന മെഥൂശലഹിൻ്റെ ജനനത്തോടനുബന്ധമായി താൻ എടുത്തൊരു തീരുമാനമാണ്. 65 വയസ്സ് വരെ ഞാൻ ജീവിച്ചു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിനുള്ള പൂർവ്വപിതാക്കന്മാരെല്ലാം ജീവിച്ചു മരിച്ചു എന്നെഴുതിയിരിക്കുമ്പോൾ ഹനോക്കിൻ്റെ അവിടെ വരുമ്പോൾ വ്യത്യസ്തതയാണ്. 65-ാമത്തെ വയസ്സ് വരെ ജീവിച്ചു, എന്നാൽ 65 വയസ്സ് മുതൽ ദൈവത്തോടു കൂടെ നടന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 65-ാമത്തെ വയസ്സിൽ, ഇന്നത്തെ സങ്കീർത്തനത്തിൻ്റെ ഭാഷയിൽ ഞാനൊന്ന് പറയാം, ദൈവമേ നീ എൻ്റെ ദൈവമാണ്, ഞാൻ നിന്നോടൊപ്പം നടക്കാൻ തീരുമാനിച്ചു. ഹനോക്ക് മറ്റു പലതിനോടും നോ പറഞ്ഞുകൊണ്ട് ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ളതായ ഒരു ഡിക്ലറേഷൻ 65-ാമത്തെ വയസ്സിൽ ചെയ്ത് പിന്നീടുള്ള 300 സംവത്സരം യഹോവയോട് ദൈവത്തോട് കൂടെ നടന്നു, ദൈവത്തോട് മാത്രം നടന്നു. നീ എൻ്റെ ദൈവം, ഞാൻ നിൻ്റേതെന്ന് പറയുന്ന ആത്മബന്ധത്തിൻ്റെ ഒരു പ്രകടനമായിരുന്നു ഹനോക്കിൻ്റെ ജീവിതം. ഓ പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതം പുറം ലോകത്തിന് കാണുമ്പോൾ ക്രിസ്തുവുമായുള്ള ആത്മബന്ധത്തിൻ്റെ ഒരു അടയാളമായിരിക്കണം നമ്മുടെ ജീവിതം. ഇവനോടുകൂടെ ദൈവമുണ്ട്, ഇവൻ്റെ ദൈവമാണ്. നമുക്കറിയാം, ദാനിയേലിനെ ഗുഹയിൽ നിന്നും കരകയറ്റും അല്ലെങ്കിൽ കയറ്റുമ്പോൾ ദാര്യാവേശ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, ദാനിയേലിൻ്റെ ദൈവം അല്ലേ? ഈ ദൈവത്തെ പോലെ ദാനിയേൽ സേവിക്കുന്ന, അതുപോലെ ശദ്രക് മേശക് അബേദ്നെഗോ സേവിക്കുന്ന ഒരു ദൈവം, അവരുടെ ദൈവം. കാരണം അവിടെ ദാര്യാവേശും ഈ ബെൽസസറും ഒക്കെ കണ്ടത്, നെബൂഖദ്നേസറൊക്കെ കണ്ടത് ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു പ്രകടനമാണ് അവിടെ കണ്ടത്. തീയിലേക്ക് ഇടുവാൻ പോകുമ്പോഴും ഈ ദൈവത്തെ തള്ളിപ്പറയുന്നതിന് പകരം അവിടെ ഈ ദാവീദ് പറഞ്ഞതുപോലെ അവൾ ഡിക്ലെയർ ചെയ്ത്, ദൈവമേ നീ എൻ്റെ ദൈവം, ഞാൻ നിൻ്റേതാണ്, ഞങ്ങൾ നിൻ്റേതാണ്. തീയിൻ്റെ അനുഭവം വന്നാലും ഈ ബന്ധത്തിന് യാതൊരു മാറ്റവുമില്ല. നീ എൻ്റെ ദൈവം, ഞങ്ങൾ നിൻ്റേതാണെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യക്ഷമായ പ്രകടനം രാജാവ് കണ്ടപ്പോൾ പറയുകയാണ്, ഈ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ എന്താണ് ദാവീദ് പറയുന്നത്? ഞാൻ മുന്നോട്ട് പോകട്ടെ. എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. ദാഹം എന്ന് പറയുന്നത് ഇർറിപ്ലേസബിൾ ആണ്. ദാഹം എന്ന് പറയുന്നത് വെള്ളം കുടിച്ചാൽ മാത്രം തീരാകുന്ന ഒരു സംഭവമാണ്. മനസ്സിലാവുന്നുണ്ടോ?
ദാഹിക്കുമ്പോൾ TV കണ്ടതുകൊണ്ട് കാര്യമായില്ല. ദാഹിക്കുമ്പോൾ ഒരു വ്യക്തിയോട് വർത്തമാനം പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. ദാഹിക്കുമ്പോൾ ആകെ കൂടി ചെയ്യാവുന്നത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ദാഹത്തെ ശമിപ്പിക്കാൻ വെള്ളത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ദാവീദ് പറയുകയാണ്, ദൈവമേ, ഈ ഉണങ്ങി വരേണ്ട ദേശത്ത് ഒരു വെള്ളം പോലും ഇല്ലാത്തതായ ഈ മരുഭൂമിയിൽ എൻ്റെ ദാഹം നിനക്കായിട്ട് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഓ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ വേറെ എന്തെല്ലാം കൊണ്ടുവന്നാലും എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്നും വരുന്നതായ ഈ അത്യന്തമായ ദാഹത്തെ ശമിപ്പിക്കുവാൻ ദൈവമേ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. 42-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ആ ഒരു ദാഹം മറ്റു പലതിനെ കൊണ്ടും സാറ്റിസ്ഫൈ ചെയ്യുവാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എൻ്റെ ഉള്ളം നിനക്കായി മാത്രം ദാഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 27:4 കാണുന്നുണ്ട്, കർത്താവേ നിന്റെ മനോഹാരിത എനിക്ക് കാണണം. ഒന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു, ഒന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു, കർത്താവേ നിന്റെ മനോഹാരിത എനിക്ക് കാണണം, നിന്റെ മഹത്വം എനിക്ക് ദർശിക്കണം. നിനക്കായുള്ളൊരു ദാഹം, നിനക്കായുള്ളൊരു ദാഹം. ദാഹത്തിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് വെള്ളം കുടിച്ച് സംതൃപ്തിയാകുമ്പോഴാണ് അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ വരുന്നത്. ദാഹത്തിൻ്റെ ആഴം അറിയണമെങ്കിൽ വെള്ളം കുടിക്കുന്ന രീതിയും വെള്ളം കുടിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിയും നമ്മൾ അറിഞ്ഞാൽ ഇത്ര ദാഹമുണ്ടായിരുന്നോ എന്ന് നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അല്ലേ? ദാഹിച്ചു വരുന്ന ഒരു വ്യക്തിക്ക് 2 ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ പറയുകയാണ് 1 ഗ്ലാസ് കൂടി വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇത്രയ്ക്ക് ദാഹമുണ്ടായിരുന്നു? അതാ ദാഹിച്ചു വരുന്നു എന്ന് പറയുന്ന ഒരാൾക്ക് വെള്ളം കൊടുത്തപ്പോൾ ഒരു ഇച്ചിര കുടിച്ചിട്ട് തിരിച്ചു തന്നാൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത്രയേ ഉള്ളൂ നിന്റെ ദാഹം? മനസ്സിലാക്കുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ? ഇതിനാണോ നീ ദാഹം എന്ന് പറഞ്ഞത്? 4, 5, 6 ഗ്ലാസും കുടിച്ചിട്ടും ഇനിയും വേണമെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവൻ ശരിക്കും ദാഹമുള്ളവനാണ്. മനസ്സിലാകുന്നുണ്ടോ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ? ദാവീദ് ഇവിടെ പറയുന്നത് ഒരു ഡ്രോപ്പ് തന്നിട്ട് ആമേൻ പറയുന്ന ഒരു ദാഹമല്ല. ഈ മരുഭൂമിയിൽ എന്നെ സംതൃപ്തി തരുവാൻ, എനിക്ക് സംതൃപ്തി തരുവാൻ ആകെ കൂടി സാധ്യമാകുന്നത് ദൈവമേ നീ മാത്രമാണ്. ഓ പ്രൈസ് ദി ലോർഡ്. ദൈവമേ നീ എൻ്റെ ദൈവം, ഞാൻ നിൻ്റെ ഇത് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ആഗ്രഹം മറ്റൊന്നിനോടല്ല, എൻ്റെ ആഗ്രഹം നിന്നോടാണ്. ആ ദാവീദിൻ്റെ ലോയൽറ്റി, ആ ദാവീദിൻ്റെ ആത്മബന്ധത്തിൻ്റെ ആ പ്രഖ്യാപനം, ആ ദൃഢനിശ്ചയം. ദാവീദ് പറയുകയാണ്, ദൈവമേ നീ എൻ്റേതാണെങ്കിൽ, ഞാൻ നിൻ്റേതാണെങ്കിൽ എൻ്റെ ആഗ്രഹം നിന്നോടാണ് കർത്താവേ, എൻ്റെ ആഗ്രഹം നിന്നോടാണ് കർത്താവേ. ഓ നിനക്കായി ഞാൻ ദാഹിക്കുന്നു. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞ ക്രിസ്തുവിനെ നേടേണ്ടതിനെ ഞാൻ സകലവും ചപ്പന്നും ചവറെന്നും എണ്ണുന്നു. എങ്ങനെയെങ്കിലും പ്രാപിക്കാമോ എന്ന് വെച്ച് അവൻ്റെ മരണത്തിൽ, അവൻ്റെ ഉയർപ്പിൽ പങ്കാളിയാകുവാൻ, അവനെ കൂടുതലായി അനുഭവിക്കുവാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ, ക്രിസ്തുവിനെ കൂടുതലായി അനുഭവിക്കുവാൻ ഞാൻ എൻ്റെ യാത്ര തുടരുകയാണ്. അതായിരിക്കട്ടെ നമ്മുടെ തീരുമാനം. അവസാനമായി ദാവീദ് പറയുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. In a dry and weary land,
Where there is no water, my flesh yearns for you. My soul thirsts for you. കർത്താവേ, എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് എങ്ങനെ? ഈ ദാഹത്തോടിരിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ മഹത്വം. എല്ലാവർക്കുമല്ല. ദൈവമേ, നീ എൻ്റെ ദൈവം, ഞാൻ നിൻ്റേത്, നിനക്കായി മാത്രം ഞാൻ ദാഹിക്കുന്നു. അങ്ങനെയുള്ളവരെ സംതൃപ്തിപ്പെടുത്തുവാൻ കഴിവുള്ളൊരു ദൈവം ജീവിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും ഞാൻ കാണും. എവിടെ കാണും? വിശുദ്ധ മന്ദിരത്തിൽ കാണും. അതിനായിട്ട് ഞാൻ നോക്കിയിരിക്കുന്നു. പുതിയ നിയമവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളാണ് ദൈവത്തിൻ്റെ ആലയം. ഈ ആലയത്തിൽ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൂടാരം. ആത്മബന്ധത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ദാഹം ഓരോ ദിവസവും ദൈവത്തോട് മാത്രമായിരിക്കാൻ, കൂടിക്കൂടി വരുവാൻ എല്ലാ ദിവസവും നമ്മുടെ പ്രഖ്യാപനം ഇതായിരിക്കണം: ദൈവമേ, നീ എൻ്റെ ദൈവം. ഇന്ന് തന്നെ അന്വേഷണത്തിൻ്റെ മുൻഗണന, അന്വേഷണത്തിൻ്റെ നമ്പർ 1 പ്രയോറിറ്റി നീയാണ്. നീ മാത്രമാണ് എൻ്റെ ധനം. നീ മാത്രമാണ് എൻ്റെ ദാഹത്തെ തീർക്കുവാൻ സാധ്യമായിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഒരു ആത്മബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.